സുഹൃത്തുക്കളെ, സഹൃദയരായ സഹോദരി സഹോദരങ്ങളെ, ആത്മാഭിമാനമുള്ള യുവതി യുവാക്കന്മാരെ, നിർദോഷികളായ ശിശുക്കളെ, ഏവർക്കും വന്ദനം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അനേകം ആളുകളുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ടാണ്. എനിക്ക് സ്വാഭാവികമായി കൈകാര്യം ചെയ്യുവാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നാളിതുവരെ ഞാനിതിനെപ്പറ്റി വിശദമായി വിവരങ്ങൾ ആരുമായി പങ്കിടുവാൻ കൂട്ടാക്കാതിരുന്നത്. കാരണം എൻ്റേതായ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നതിൽ എനിക്ക് അല്പം പോലും താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഈ അടുത്ത കാലത്തായി, ഏതാണ്ട് ഒരു വർഷമായി, അനേകം ആളുകൾ ഓരോരോ സമയത്ത് എന്നോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടിട്ടുള്ളത്, താങ്കൾ ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ അംഗത്വം ഉപേക്ഷിക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വെളിപ്പെടുത്താമോ? അത് 1, 2, 3, 4, 5 ഇങ്ങനെ അനേക അഭ്യർത്ഥനകൾ വന്നു. ഞാനതങ്ങ് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിന് ക്രൈസ്റ്റ് ചർച്ച് പാളയത്തോടുള്ള ബന്ധത്തിൽ സഹിക്കേണ്ടി വന്ന ആത്മീകമായ അപമാനം, വിമിഷ്ടം, അവഹേളന, ഇത് സംബന്ധമായി അവരുടെ തന്നെ വാക്കിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പലരും വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം? സത്യം വെളിയിൽ വരുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടമുണ്ടാകേണ്ടത്? വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ ഗോപ്യമായിട്ട് കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന താല്പര്യമുള്ളവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പൊതുശ്രദ്ധയിൽപ്പെട്ടാൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യുന്നത് അനീതിയും അഹങ്കാരവുമാണ് എന്ന ബോധ്യമുണ്ടായിട്ടും ഓരോരോ വ്യക്തികളുടെ പ്രത്യേകമായ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് അങ്ങനെ ആരുടെയെങ്കിലും മേൽ കുതിര കയറിയ എൻ്റെ ആത്മസംതൃപ്തി പൂർണ്ണമാകുകയുള്ളൂ എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് അവർ ചെയ്തത് എന്താണ് എന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് വലിയ പ്രതിഷേധം അനുഭവിക്കേണ്ടി വരുന്നത്. ഏതായാലും ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുള്ള അനേക അഭ്യർത്ഥനകളെ ബഹുമാനിച്ചുകൊണ്ട് വളരെ ഹ്രസ്വമായി ഈ സഭയോടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോവുകയാണ്. ഇതാരംഭിക്കുന്നത് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപാണ്. ആ സമയത്ത് എൻ്റെ ഇളയ മകളുടെ വിവാഹം, അവൾ വിവാഹം ചെയ്യുന്നത് യാക്കോബ സഭയിലുള്ള ഒരു ഡോക്ടർ. അവരൊരുമിച്ച് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാനയിൽ പഠിച്ചതാണ്. ജൂനിയേഴ്സായും സീനിയേഴ്സായും അങ്ങനെ പരിചയപ്പെട്ടു. അവരുടെ വിവാഹം നടത്താം എന്ന് തീരുമാനിച്ചു. അത് സംബന്ധം അപ്പോൾ എനിക്ക് ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ ഫുൾ ഫ്ലെഡ്ജ് മെമ്പർഷിപ്പ് ഉണ്ട്. അന്ന് ഈ സഭയുടെ ചുമതലയിലിരുന്ന CY തോമസ് അച്ഛനോട് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചു, എൻ്റെ ഇളയ മകളുടെ കല്യാണം ഒന്ന് വിളിച്ചു ചൊല്ലണം. നിങ്ങൾക്കറിയാം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മകളുടെ കല്യാണം അത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം ഈ വളരെ അധികാര എന്താ പറയുന്നത്, രസം കലർന്ന കണ്ണുകളിൽ കൂടെ ഞാൻ സമർപ്പിച്ച കടലാസ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഒരു കാരണവശാലും ഇവിടെ വിളിച്ചു ചൊല്ല് സാധ്യമല്ല. ഞാൻ ഞെട്ടിപ്പോയി.
ഞാൻ ചോദിച്ചു എന്താ വെച്ചാൽ അങ്ങനെ? പറഞ്ഞു തിരുമേനിയുടെ കൽപ്പനയുണ്ട്, ഞായറാഴ്ച ഏതെങ്കിലും വിവാഹം നടന്നാൽ അത് വിളിച്ചു ചൊല്ലുകയോ അങ്ങനെ വിവാഹം നടത്തുന്ന കുടുംബത്തോട് ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുകയോ ആ ഭവനം സന്ദർശിക്കുകയോ ചെയ്യരുത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നിയമം ഉള്ളതായി എനിക്കറിയില്ലല്ലോ, അതെന്നാണ് നിയമം ഉണ്ടാക്കിയത്? അപ്പോൾ പറഞ്ഞു അത് നിയമം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, തിരുമേനിയുടെ കൽപ്പനയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരുമേനി കൽപ്പന ഇടുമ്പോൾ അതിന് വേദപുസ്തകപരമായോ സാമാന്യ ബുദ്ധിക്കനുസരിച്ചോ എന്തെങ്കിലും ഒരു പ്രമാണമുണ്ടാകണമല്ലോ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എൻ്റെ ആകെപ്പാടെയുള്ള ചുമതല തിരുമേനിയുടെ കൽപ്പന നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ ഒരു അവസരത്തിൽ എന്നെ കൈയൊഴിയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ക്രൂദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞു അച്ഛനായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. കോട്ടയത്ത് പോയി തിരുമേനി, അന്നത്തെ തിരുമേനി തോമസ് കെ ഉമ്മനാണ്, തിരുമേനിയോട് ഒരു പ്രത്യേകമായ അനുവാദം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അച്ഛന് വേണ്ടി ഈ ഒരു സഹായം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛോ, നാളിതുവരെ ആരുടെയും ആനുകൂല്യം കൈപ്പറ്റാൻ ഈ ഉള്ളവൻ ശ്രമിച്ചിട്ടില്ല, ആരുടെയും ഔദാര്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുമില്ല, ഈ കാര്യത്തിലും ഞാനത് ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞു എന്നാൽ എന്നെ കൊണ്ട് ഇത് നടക്കില്ല, നിങ്ങൾ വേറെ വല്ല പണി നോക്കാം. ഞാൻ അങ്ങനെ വേറെ പണി നോക്കി. ഞാൻ എൻ്റെ മകളെ ഡൽഹിയിലുള്ള ഒരു യാക്കോബ പള്ളിയിലെ അംഗമാക്കി ചേർത്തു, അവളെ ക്രിസ്ത്യാനിയാക്കി. നിങ്ങൾക്കറിയാം CSI സഭയിൽ നിന്ന് യാക്കോബ സഭയിലേക്ക് പോകണമെങ്കിൽ ഒരു പുറജാതിക്കാരൻ കൺവേർട്ട് ചെയ്യുന്നത് പോലെയുള്ള പ്രക്രിയയാണ്. അത്രമാത്രം ക്രിസ്ത്യാനിക്ക് നമ്മുടെ ഇടയിലുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. അങ്ങനെ ആ പള്ളിയിൽ വിളിച്ചു ചൊല്ലിയിട്ടാണ് എൻ്റെ മകളുടെ കല്യാണം നടന്നത്. ഇതിന് ശേഷം 2016 ഇത് നടക്കുന്നത് 2015 എൻ്റെ ഓർമ്മ. 2016 ഞാൻ ഡൽഹിയിൽ നിന്ന് വിരമിച്ച് തിരുവനന്തപുരത്ത് താമസമാക്കിയ ശേഷം ഒരു ദിവസം ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് അച്ഛൻ, അതായത് CY തോമസ് അച്ഛൻ, പള്ളിയുടെ ഓഫീസിലിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് എൻ്റെ ഒരു താല്പര്യം ഉണർത്തിച്ചു. ഞാൻ പറഞ്ഞു അച്ചോ, ഞാൻ ആജീവനാന്തം യുവതി യുവാക്കന്മാർക്ക് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. യൂത്ത് മിനിസ്ട്രിയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ, എൻ്റെ ഹൃദയം അവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സഭയിലെ, അതായത് ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലെ യൂത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അച്ഛൻ്റെ മുഖം കാർമേഘം പോലെ കറച്ചു. എന്നിട്ട് പറഞ്ഞു ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ആലോചിച്ച് പറയണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആ വിഷയം പിന്നെ അച്ഛനോട് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായി മറ്റെല്ലാ പള്ളിയിലും എന്നതുപോലെ ഈ പള്ളിയിലും ഓരോരോ കുടുംബങ്ങൾ സഭയുടെ ഓരോരോ ഭാഗങ്ങൾ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സഭയിലെ യൂത്ത് വർക്ക് ഒരു മാന്യൻ്റെ കുത്തകയാണ്. അപ്പം അച്ഛനാണെങ്കിൽ അദ്ദേഹത്തെ ചാരി നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ യൂത്തിന് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ ഞാൻ കൂടെ ചേർന്നാൽ ആ മാന്യദേഹത്തിന് അതിയാന കോപം വരും. എന്നാൽ അച്ഛനത് തട്ടുകേടാകും, സാമ്പത്തികമായ നഷ്ടം വരും എന്നതുകൊണ്ടാണ് അച്ഛൻ ഈ പെട്ടെന്ന് ഇപ്രകാരം പ്രതികരിച്ചത്. അത് പിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ പിന്നെ ആ കാര്യം അച്ഛനോട് സംസാരിച്ചിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. കാരണം ഒരു ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടക്കുന്നെങ്കിൽ അത് മാത്രം മതിയല്ലോ. നമ്മുടെ സേവനം ആവശ്യമില്ല എങ്കിൽ പിന്നെ അവിടെ നാം എന്തിനാണ് കൊണ്ട് മൂക്ക് മുട്ടിക്കുന്നത്? ഞാൻ ആ കാര്യം പിന്നെ ഒരിക്കലും അച്ഛനോടോ സഭയിൽ ആരോടുമോ ഞാൻ സംസാരിച്ചിട്ടില്ല, ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ നടന്നെന്ന് പോലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിനുശേഷം
അപ്പോൾ ഇതൊരു ചുരുക്ക് പോലെയായി. എങ്ങനെയാണ് ഒരു പുരോഹിതൻ്റെ ശത്രുത നമ്മൾ ആർജിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ 25 വർഷത്തോളം സ്വാമി അഗ്നിവേഷ് എന്ന് പറയുന്ന ആദരണീയനായ, ഞാൻ വളരെയധികം വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഹിന്ദു സ്വാമി, വാസ്തവത്തിൽ അദ്ദേഹത്തെക്കാൾ മേൽത്തരമായി ചിന്തിക്കുകയും നിഷ്പക്ഷമായ നിലപാടെടുക്കുകയും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഏത് സമയത്തും ഡൽഹിയിലാകട്ടെ എവിടെയാകട്ടെ ആയാലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ളതും, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യ കേരള ഡയസസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പല മീറ്റിങ്ങുകളിലും മുഖ്യാതിഥിയായി ഇതിനു മുമ്പ് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളതും, അങ്ങനെ മുഖ്യാതിഥിയായി ഇവിടെ വരാൻ ഞാനാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് സ്വാമി അഗ്നിവേഷിനെ പറ്റി ഏതെങ്കിലും വിധത്തിൽ ഒരപവാദമുള്ളതായി എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ നിരന്തരം അദ്ദേഹത്തോട് സഹകരിച്ച് ശ്രദ്ധേയമായ പല പരിപാടികളും നടത്തുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. അത് ഐതിഹാസികമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ചെറിയ സൂചന തരാം. ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ച് മക്കളെയും ചുട്ടരിച്ച് കൊന്നപ്പോൾ മനോഹർപൂരിൽ പോകാനായി ഞാൻ ഈ ആശയം പറഞ്ഞപ്പോൾ ആദ്യം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചത് സ്വാമി അഗ്നിവേഷാണ്. ഡൽഹിയിലെ 2 മെത്രാന്മാരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജീവനോടെ മടങ്ങി വരത്തില്ല, ഞങ്ങളെ കൊണ്ട് അങ്ങോട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പോകാൻ കൂട്ടാക്കിയത് സ്വാമി അഗ്നിവേഷാണ്. അപ്പം അങ്ങനെ ഞാൻ 2016 ജോലിയിൽ നിന്ന് വിരമിച്ച് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ ശേഷം 3 മാസത്തിലൊരിക്കൽ അദ്ദേഹം ഇവിടെ വരികയും എൻ്റെ കൂടെ 10 ദിവസം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു തവണ എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കാലദോഷം കൊണ്ട് ഒരാശയമുണ്ട് ഉദിച്ചു. ഞാൻ ചിന്തിച്ചു, ക്രൈസ്റ്റ് ചർച്ച് പാളയത്തിലുള്ള അംഗങ്ങൾ പലരും അദ്ദേഹത്തെ അറിയുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അദ്ദേഹത്തെ കാണുവാനും ആശയവിനിമയം നടത്തുവാനും ഒരവസരം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജോൺ സാമുവൽ എന്ന് പറയുന്ന ഈ സഭയിലെ ഒരംഗം, അദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും ഇമെയിലുണ്ട്, എൻ്റെ ആരുടെയും ഇമെയിലുമില്ല, ഫോൺ നമ്പറുമില്ല, ഞാൻ സ്ഥിരതാമസമാക്കിയിട്ട് അച്ഛനാൾ ആയതുമില്ല എന്നുകൊണ്ട് തന്നെ. അപ്പം ഞാൻ ജോൺ സാമുവലിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അറിവ്, ഒരു നോട്ടീസ് പോലെ സഭയിലെ അംഗങ്ങൾക്ക് കൊടുക്കുക. ആർക്കെങ്കിലും വന്ന് എൻ്റെ ഭവനത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്, 1 മണിക്കൂർ അദ്ദേഹത്തെ കാണുവാനും ഇൻട്രാക്ട് ചെയ്യാനുമുള്ള അവസരമുണ്ട്, അത് ഇന്ന ദിവസമാണ്. അപ്പോൾ ജോൺ സാമുവൽ അത് നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം എല്ലാവർക്കും ഇമെയിൽ അയച്ചു. ഇത് സഭയുടെ നാഥനായ CY തോമസിനെ നന്നേ ചൂടിപ്പിച്ചു. അദ്ദേഹം പള്ളിയിൽ അനൗൺസ് ചെയ്തു, മാമോദീസ ഏക്കാത്ത ഒരുത്തൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾ പോകരുത്. അത് നമ്മുടെ സഭയിലെ ഒരു അംഗമാണ് അതിനുവേണ്ടി വേദി ഒരുക്കുന്നതെങ്കിലും നിങ്ങൾ ആ വീട്ടിൽ പോവുകയോ സഹകരിക്കുകയോ ചെയ്യരുത്. കുഞ്ഞാടുകളെല്ലാം അതുപോലെ അനുസരിച്ചു. എന്നാൽ അവരിൽ ചിലർ ഈ സംഭവത്തിൻ്റെ അടുത്ത ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ വിലക്കിയത് കൊണ്ടാണ് ഞങ്ങൾ വരാതെ. ഞാൻ പറഞ്ഞ സാരമില്ല. അതിനുശേഷം ഞാൻ CY തോമസ് അച്ഛനെ ഫോണിൽ വിളിച്ച് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. പലതവണ അദ്ദേഹത്തിൻ്റെ മൊബൈൽ വിളിച്ചിട്ടും അദ്ദേഹം എടുക്കുന്നില്ല. പിന്നെ ഞാനൊരു ലാൻഡ് ലൈനിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഞാനാണ് വിളിക്കുന്നതെന്ന് അറിയാൻ അത് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ വളരെ ബിസിയാണ്, അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ അത്ര ബിസി ആയിട്ടുള്ള എനിക്കൊരു 2 മിനിറ്റ് മതി. പറഞ്ഞില്ല, ഞാൻ വേറൊരു ഓഫീസിലാണ്. പച്ചക്കള്ളമാണ്. ഞാൻ വിളിക്കുന്ന ഫോൺ ഏത് ലാൻഡ് ഫോണിലോട്ടാണ് ഞാൻ വിളിക്കുന്നത്, ആ ലാൻഡ് ഫോൺ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ? എന്നോട് പച്ചക്കള്ളം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വൈകിട്ട് വിളിക്കാം. അപ്പോഴേ എനിക്കറിയാം അദ്ദേഹം വിളിക്കാനുള്ള ഉദ്ദേശമേ അല്ല, എന്നെ അങ്ങ് തഴയാനുള്ള ശ്രമമാണ്. കൗശലക്കാരങ്ങനാണല്ലോ, മിടുക്കന്മാരങ്ങനാണല്ലോ, കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ല. അതുപോലെ അദ്ദേഹം വിളിച്ചില്ല. അടുത്ത ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയി.
ആരാധനയെല്ലാം കഴിഞ്ഞു, എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ചോ, ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുന്നതിൽ അച്ഛന് എതിർപ്പുണ്ട് എന്ന് എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്യുമായിരുന്നല്ലോ. ഈ ജനത്തിൻ്റെ മുമ്പിൽ എന്നെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ സംരക്ഷിക്കാനുള്ള കടമ എനിക്കുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചോ, ഞാനും അച്ഛൻ്റെ ഒരു കുഞ്ഞാടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടാണെങ്കിൽ എൻ്റെ കുഞ്ഞാടിനെ പോലെ നടക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ചോ, 67 വയസ്സുള്ള എനിക്ക് ഇനിയും പഠിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടിത് നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഇടം പിടിച്ചിരിക്കുന്ന സംസ്കാരം. അജപോലൊക്കെ ശുശ്രൂഷിച്ചെന്നൊക്കെ നീട്ടിപ്പറയും. പക്ഷേ മനുഷ്യരുടെ വില എന്ത്? ഇപ്പം എനിക്ക് സ്ഥാനമാനങ്ങളുള്ള അതിൻ്റെ വിലയല്ല ഞാനീ പറഞ്ഞു. ഞാനൊരു എഴുത്തും വായനയും അറിയാൻ മേത്തൊരു വ്യക്തിയാണെങ്കിലും യേശു പറഞ്ഞു, ഒരുത്തൻ സർവ്വലോകവും നേടി അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ഗുണം? മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇന്നത്തെ വിശുദ്ധന്മാർ. അങ്ങനെയുള്ളവർ സഭയുടെ കസേരയിൽ കയറിയിരിക്കുമ്പോൾ അവർ ചക്രവർത്തിമാരാണെന്നും അവരുടെ അധികാരത്തിൻ്റെ അപ്പുറത്തിലോ ദൈവം പോലുമില്ല എന്നും വിശ്വസിക്കുന്ന വിധത്തിലാണ് പെരുമാറുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തിയോട് സാമാന്യ മര്യാദ കാണിക്കണം എന്നുള്ള ഒരു ബോധ്യം പോലും ഈ 5.5 മീറ്റർ തുണി ശരീരത്തിൽ കിടക്കുന്നത് കൊണ്ട് ഈ കൂട്ടത്തിൽപ്പെട്ട പലർക്കുമില്ല എന്നത് ഈ ഒരനുഭവം മാത്രമല്ല, അനേക അനുഭവം എനിക്കുണ്ട്. ഇത് ഞാൻ എന്തുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ സത്യമായി നിങ്ങളോട് പറയുന്നു. 2 കാരണങ്ങളല്ല. ഒന്ന്, ഇങ്ങനെ അപമാനം സഹിച്ച് ഞാൻ അവിടെ പോയി ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരാധിക്കാനുള്ള ശാന്തത ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? മാത്രവുമല്ല, മറ്റുള്ളവരുടെ അപമാനവും ചവിട്ടും തുപ്പലും ഒക്കെ ഏറ്റ് കഴിയേണ്ട ആവശ്യം എനിക്കെന്താണ്? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ തലകുലുക്കി കൊടുത്താൽ ഞാൻ ലോകത്തിലേക്കും വലിയ മൊണ്ണയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരാധനയ്ക്ക് ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഇതൊന്നുമില്ല എങ്കിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് പറയുകയാണ്, ഇത്ര നിർജീവമായ ഒരവസ്ഥ, ഉറക്കം വരികയാണ്. ഞാൻ വളരെ വളരെ ശക്തമായി ഉറക്കത്തോട് മല്ലിട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന്. പക്ഷേ ഉറക്കം രാത്രിയിൽ ഉറക്കമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എന്നാൽ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ അത് പിശാച് എന്നെ പിടിച്ചുകൊണ്ടാണെന്നൊക്കെ വേണേൽ പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു ജീവനെന്ന് പറയുന്ന ഈ അത്ഭുത പ്രതിഭാസത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത വിധത്തിൽ ഉറക്കം തൂങ്ങി ഡിവൈൻ സർവീസ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഉരുട്ടി 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉരുട്ടലാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പ്രസക്തി എന്താണ്? പിന്നെ സുവിശേഷ പ്രസംഗം ആരംഭിക്കും. എൻ്റെ അമ്മോ, പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തുവായി പറയുന്നത്? ആരോടാണ് പറയുന്നത്? ഇത് കേൾക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അവർക്കിതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതൊന്നും അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. എപ്പോഴാണ് വചന ശുശ്രൂഷയ്ക്ക് ജീവനും പ്രസക്തിയും ഉണ്ടാകുന്നത്? ആരൊക്കെയാണോ യേശുവിൻ്റെ മാതൃകയനുസരിച്ച് ജനങ്ങളുടെ വ്യക്തിപരമായ അവസ്ഥ മനസ്സിലാക്കി അവരുടെ അവസ്ഥയിൽ അവർക്ക് ആശ്വാസവും പ്രത്യാശയും വിടുതലും ലഭിക്കത്തക്കവണ്ണം അവരോട് ബന്ധം പുലർത്തി അവരുടെ ജീവിത അവസ്ഥകളുടെ നിജസ്ഥിതി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ തിരിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വചനത്തിൻ്റെ വെളിച്ചം നിറഞ്ഞ തുളുമ്പും.
ആ അവസ്ഥയിൽ വചനം വിളമ്പിക്കൊടുത്താൽ, വിഭജിച്ചു കൊടുത്താൽ ആരും ഉറങ്ങുകയില്ല. പക്ഷെ അത് സാധിക്കണമെങ്കിൽ ജനത്തോട് സ്നേഹവും കരുതലും വേണം. ഇപ്പോൾ ഡോക്ടർ സേറായോടും ഡോക്ടർ വിനോദിനോടും ഈ സഭ കാണിച്ച ആ രീതി, ആ ഒറ്റ കാരണത്താൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞത് അതിന് ഉതകുന്ന വിധത്തിൽ ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുന്ന സമീപനമോ കാഴ്ചപ്പാടോ ഈ സഭയിലോ മറ്റൊരു സഭയിലോ ഉള്ളതായി എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ മനസ്സിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ പണക്കൊതി കയറിക്കഴിഞ്ഞാൽ പിന്നെ സഹജീവികളെ കാണാനുള്ള അവൻ്റെ കണ്ണ് അടഞ്ഞു പോകും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ശ്രദ്ധേയമായൊരു സംഭവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് പെന്തക്കോസ്ത്, അതാണ് സഭയുടെ പിറവി എന്ന് നാം മനസ്സിലാക്കുന്നത്. അതിന് ശേഷം അടുത്ത അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തി. സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ പടിവാതിക്കൽ ഒരുത്താനിരുന്ന ഭിക്ഷ തെണ്ടുകയാണ്. പത്രോസും യോഹന്നാനും അതിലെ കടന്നു വരുന്നു. ഭിക്ഷ യാചിക്കുന്നവൻ്റെ താല്പര്യം എന്താണ്? അവരിലെ പോകുന്ന വ്യക്തികളല്ല, അവരുടെ പണം, അവരുടെ പോക്കറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, എന്നെ നോക്ക് എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ വിശ്വാസികളോടും, ഈ പുരോഹിതവർഗത്തോടും മെത്രാന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്ക്. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ അറിയുന്നുവോ? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളെ ഒന്ന് നോക്ക്. ഞങ്ങളെ ഒന്ന് കാണാനുള്ള കണ്ണ് നിങ്ങൾക്കുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് ആ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പണക്കൊതി കൊണ്ട് മാത്രമാണ്. ഇന്നൊരു പുരോഹിതൻ ഒരു ക്രിസ്ത്യാനിയെ കണ്ടാൽ അവർ 2 കാലിൽ നടക്കുന്ന പണച്ചാക്കാണ്. നിങ്ങൾക്ക് പണമില്ലെങ്കിൽ നിങ്ങൾ പിണമാണ് എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നെ ആന്തരികമായി വെളിച്ചമില്ലാത്തവർ, ആന്തരികമായി പൊള്ളയായവർ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ള തേച്ച ശവക്കലറ പോലെയുള്ളവർക്ക് ആകപ്പാടെ താല്പര്യമുള്ളത് അവരുടെ അധികാരം മറ്റുള്ളവരുടെ മേൽ ഏതെല്ലാം വിധത്തിൽ അടിച്ചേൽപ്പിക്കാമോ അതിനുള്ള മാർഗം എന്താണ്, അവരെ ഏതെല്ലാം വിധത്തിൽ കൊച്ചാക്കാമോ. ഇപ്പം ഒരു പുരോഹിതൻ വലിയവനാണ് എന്ന് കാണിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ മഹിമ മറ്റുള്ളവരുടെ അനുഭവത്തിൽ കൂടെ അറിയുമ്പോൾ, അച്ഛൻ നല്ലതാണ്. ഇപ്പം മാത്യു അച്ഛനെ പറ്റി എനിക്ക് എക്കാലത്തും വലിയ ബഹുമാനമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ തലമുറ കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ള പീക്കറികൾ, പേടുകൾ, ഏതാണ്ട് കുപ്പായം ഇട്ടു എന്നതുകൊണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയും അവരുടെ ഉള്ളിലുള്ള പാപ്പരത്വം എന്താണെന്ന് അവർക്ക് അറിയാമെന്നതുകൊണ്ട് അത് മറ്റുള്ളവർ അറിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഈ ചക്രവർത്തി കളിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിലയുള്ളൂ എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്ന വിധത്തിലാണ് ഇങ്ങനെയുള്ളവർ ഇടപെടുന്നത്. ഇതൊന്നല്ല, അനേക അനുഭവങ്ങൾ ഇവിടെ മാത്രമല്ല പല ഇടങ്ങളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ജനങ്ങളെ കരുതുന്ന ഒരു സംസ്കാരം ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പുരോഹിത വർഗത്തിൻ്റെ കയ്യിലില്ല. പണക്കൊതി കൊണ്ട് കണ്ണടഞ്ഞുപോയി, ആത്മീകമായ അന്ധത, തിമിരം ബാധിച്ചിരിക്കുന്നു. ഈ ഒരു പൈശാചികമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ വിശ്വാസികൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയും, നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ ഭീരുക്കളല്ല, നിങ്ങൾ മൊണ്ണകളല്ല എന്ന് ഈ വർഗം അറിയുകയും ചെയ്യണം. നിങ്ങളത് ചെയ്യേണ്ടത് അവരുടെ തന്നെ, അതായത് പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും നന്മയ്ക്കാണ്. തങ്ങളുടെ കാൽക്കീഴെയുള്ള ജനം മുഴുവനും മൊണ്ണകളാണ് എന്ന വിധത്തിൽ ഇവ പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ആളുകൾ, പുരോഹിതരും മെത്രാന്മാരും കൂടുതൽ അധപ്പതിച്ച് അവരെ കണ്ടാൽ കുളിക്കണം എന്ന വിധത്തിലായിത്തീരും. ഇപ്പോഴങ്ങനെ ആയിട്ടില്ല, ആയിത്തീരും. അത് നിങ്ങൾക്കോ അവർക്കോ നന്മ ചെയ്യുന്നതല്ല. എന്നാൽ ജനം ആത്മാഭിമാനമുള്ളവരാണെന്നും
അവർ ചില മാനദണ്ഡങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അവർ വെള്ള തേച്ച ശവക്കല്ലറുകളെ ബഹുമാനിക്കുന്നവരല്ല എന്നും ഈ വർഗം തിരിച്ചറിഞ്ഞാൽ അവർക്ക് തന്നെ വലിയ ഗുണമുണ്ടാകും. അവർ മാനസാന്തരപ്പെടും, അവർ ജീവന്റെ വഴിയിലേക്ക് മടങ്ങി വരും. യൂദാസിൻ്റെ ചരിത്രം മറക്കരുത്. യൂദാസ് കെട്ടി ഞാൻ ചത്തത് പണക്കൊതി കൊണ്ടാണ്. ആ ആത്മഹത്യ പല വിധത്തിൽ സംഭവിക്കും. ഒരു കയറ് കഴുത്തിൽ തൂക്കി ചാടുന്നത് മാത്രമല്ല ആത്മഹത്യ, അനുദിനം ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പല ആളുകളും. അതായത് സ്വന്തം വ്യക്തിത്വം പതിര് പോലെ ആക്കിക്കളയുന്നവർ ആത്മഹത്യ ചെയ്യുന്നവരല്ലയോ. അവിടെ ആത്മഹത്യ ഒരു പക്ഷേ 30, 40, 50 വർഷം കൊണ്ടായിരിക്കും പൂർത്തിയാകുന്നത്. പക്ഷെ അത് ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നവരാണിവർ. ആത്മഹത്യ എന്ന മലയാള വാക്ക് ശ്രദ്ധിക്കണം. ആത്മാവിനെ കൊല്ലുന്നവർ എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ് ആത്മാവിൻ്റെ പ്രത്യേകത? അത് യേശുവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരെയും കരുതുകയും എല്ലാവരുടെയും വില വർദ്ധിപ്പിക്കുകയും അതിനുവേണ്ടി ഏത് വില കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നതാണ് ആത്മാവിൻ്റെ സ്വഭാവം. ആ ആത്മാവ് ഇങ്ങനെയുള്ളവരിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണോ അല്ലയോ. സർദീസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഈ അവസ്ഥയിൽ ജനമായിപ്പോയത് കൊണ്ടാണ് ഏത് അധർമ്മം പ്രവർത്തിച്ചാലും ആരുടെയൊക്കെ മേക്കെട്ട് കുതിര കയറിയാലും ഇവർക്കൊരു പ്രശ്നവുമില്ല. ആളുകൾ ഇത് കടിച്ചു പിടിച്ച് നിന്ന് സഹിച്ചോളും. കാരണം ശവം വരുമ്പോഴാണ് അതിൻ്റെ പുറത്ത് ചവിട്ടി നിന്നുകൊണ്ടാണ് വ്യക്തികളുടെ ബലഹീനത ഏറ്റവും കൂടുതൽ ഇവരെ മുതലെടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശവം വീണില്ല, പക്ഷെ എൻ്റെ മകളുടെ കല്യാണം വെച്ച് എന്നെ ശരിക്കൊന്ന് പെരുമാറി. അതിൻ്റെ സന്തോഷം ഇന്നും സി.വൈ. തോമസ് അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേട്ടമായിരിക്കും ഈ മനുഷ്യനെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭത്തിൽ ചവിട്ടി മെതിച്ച് എന്താ പറയുന്നത്, പന്നിയുടെ മുമ്പിലിട്ട മുത്തുപോലെ ഞാൻ ആക്കി കൊടുത്ത് കൈ കൊടുത്തു എന്ന് പറയുന്നൊരു നേട്ടം അദ്ദേഹത്തിനുണ്ടായി. ഇതാണ് എൻ്റെ അനുഭവം. ഈ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ ആരാധനയ്ക്കായിട്ട് അങ്ങോട്ട് പോകണമോ വേണ്ടയോ? നിങ്ങൾ പറയൂ. പിന്നെ അത് മറുപടി പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് യേശു യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചത്? ഒറ്റ കാരണമാണ്. നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ ആത്മാവിലും സത്യത്തിലും ആരാധന നടക്കണമെങ്കിൽ അതിന് ആവശ്യമായ പശ്ചാത്തലമുണ്ടോ ഇല്ലയോ എന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ഒരു കടമ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന ദേവാലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ട്. ആ ചാട്ടവാറ് മറന്നു പോകരുത്. അതൊരു കടമയുടെ ചാട്ടവാറാണ്. അതാരും പ്രയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ അവസ്ഥ ജീർണിച്ച് ഇന്ന് മൂക്കറ്റം നാറ്റം മുറ്റി നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എട്ടും പൊട്ടും അറിയാത്തവരെ പോലെ ഗതിമുട്ടി നിൽക്കുന്ന യുവാക്കന്മാരോട് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ആമേൻ.